കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 62ാമത് സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജിത് SN ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 2017 സാമൂഹിക സേവന രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും ഈ ലോകത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എൻ്റെ ജോലി ചെയ്യുന്ന കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നത് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ആദ്യമായി ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. തീർച്ചയായും വളരെ വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ ക്യാമ്പായിട്ടാണ് ഇത് കാണുന്നത്. അതായത് 2017 മുതൽ 8 വർഷമായി നിരന്തരം യാതൊരു മുടക്കവും കൂടാതെ നടത്തുന്ന ഈ പ്രവർത്തനം ഒരുപാട് പേർക്ക് ജീവിതത്തിൽ അവരുടെ സന്തോഷം, മാനസിക സന്തോഷവും എല്ലാ തരത്തിലുള്ള സന്തോഷവും അവർക്ക് പകർന്നു നൽകുന്ന ഒന്നാണ്. കാരണം കണ്ണിൻ്റെ കാഴ്ചയെന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മറ്റേത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ സ്ഥാനമാണ് കണ്ണുകൾക്കുള്ളത്. ഏകദേശം 62ാമത്തെ ക്യാമ്പോട് ഏകദേശം 1000-ഓളം പേര് ഓരോ ക്യാമ്പുകളിലും പങ്കെടുക്കുന്നതാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളിലൂടെ വരുന്നവരുടെ പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ എല്ലാം വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ലാത്തതുകൊണ്ട് ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വരും കാലങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഈ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഞാൻ ഈ ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഉർവൽ സിംഗ് M അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ഏതാണ്ട് 62 മാസമായെങ്കിലും ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷം പിന്നിടുകയാണ്. ഈ 8 വർഷത്തിനിടയിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ക്യാമ്പിലൂടെ വന്നു പോയിട്ടുള്ളത്. ഏതാണ്ട് 10,000-കണക്കിന് ഓപ്പറേഷനുകൾ നമുക്ക് ഈ ക്യാമ്പിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 4 ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 മണി മുതൽ ഈ സ്കൂളിൻ്റെ മുൻവശത്ത് പല ജില്ലയിൽ നിന്നും എത്തിപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ സ്കൂളിൻ്റെ അങ്കണത്തിലെത്തിയിരിക്കുന്നത്. നിങ്ങളെ പരിശോധിക്കാൻ പ്രഗത്ഭരായ ഡോക്ടർമാർ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വയോജന കേന്ദ്രം തൊട്ടടുത്തായി ഇവിടെ നിന്ന് 100 മീറ്റർ മാറി ഹൈവേയുടെ സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഏതാണ്ട് 50ഓളം ആളുകളെ, ആരുമില്ലാത്ത ആളുകളെ സംരക്ഷിച്ചു വരുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിന് കുറേ കഥകളുമുണ്ട്. ഇതുപോലെ ഒട്ടനവധി കഥകളുമായി നിന്നിരുന്ന അച്ഛന്മാരമ്മമാരാണ് ഇന്ന് ആ വയോജന കേന്ദ്രത്തിൽ താമസിക്കുന്നത്. ഇപ്പം നിങ്ങളൊക്കെ എല്ലാവർക്കും നിങ്ങളാ വീട്ടിൽ അരി മേടിക്കണം, ഉപ്പും മുളകും മേടിക്കണം, മറ്റ് കറണ്ട് ബില്ലടയ്ക്കണം, ഗ്യാസ് അടയ്ക്കണം, എല്ലാം ഉണ്ട് ജോലി, അല്ലേ? ഭയങ്കര ബാധ്യതയാണ്. എന്നാൽ ആ അച്ഛന്മാർക്ക് ഇതൊന്നും അറിയണ്ട.
ഒരുപാട് അച്ഛന്മാരുമായി കഴിയുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ആളുകളായി നിങ്ങളെ വീടിൻ്റെ ഉള്ളിൽ ചെവിരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കഴിയാതെ സംസാരിച്ചതെല്ലാം പറഞ്ഞു തീർന്ന് പരസ്പരം അങ്ങോട്ടും ടി വിയും കണ്ട് ഒരു കാര്യവും സംസാരിക്കാതെ നിൽക്കുമ്പോൾ ഇന്ന് ആ കുടുംബത്തിൽ 50 ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും സംസാരിച്ചിരിക്കുമ്പോൾ ഏറെ സന്തോഷമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഞാനൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ കിട്ടുന്ന സമ്പാദ്യം മുഴുവനായി ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത് അവിടെ നിന്ന് മാത്രമല്ല, നിങ്ങളെ സംരക്ഷിക്കുമ്പോൾ നിങ്ങളെ കണ്ണിൻ്റെ കാഴ്ച തിരികെ കിട്ടുമ്പോൾ കിട്ടുന്ന സ്നേഹവും എനിക്കേറെ വലുതാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നൂറുകണക്കിന് ചെറുപ്പക്കാർ എന്നോടൊപ്പം സമുദ്രതീരത്തിലും ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിലും സജീവമായി നിൽക്കുന്നുണ്ട്. അവരെല്ലാം ചെയ്യുന്നത് ഒരു സേവന പ്രവർത്തനം മാത്രമാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നാൽ നിങ്ങളും ചെയ്യേണ്ട ഒരു സേവന പ്രവർത്തനമുണ്ട്. ഒരു സമ്പത്തും കൊടുക്കാൻ കഴിയാതെ നിങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനം നിങ്ങളെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് തിരികെ നിങ്ങളുടെ കാഴ്ചകൾ തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തായി അയലത്തായി നിൽക്കുന്ന ഇതുപോലുള്ള അച്ഛന്മാരും അമ്മമാരും ഉണ്ടാവും. അവരെ കൂടെ നിങ്ങൾ അറിയിക്കണം. ഈ ക്യാമ്പിലേക്ക് വന്ന് അവരെ കൂടി ഓപ്പറേഷൻ ചെയ്യിക്കുന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം. ഇതിനൊരു സമ്പത്തും കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ കണ്ണിൻ്റെ കാഴ്ച അത് ഏറെ വലുതാണ്. കയ്യോ കാലോ നഷ്ടമായാൽ നമുക്ക് എങ്ങനെയും ജീവിക്കാൻ കഴിയും. കണ്ണിൻ്റെ കാഴ്ചയില്ലാതെ ജീവിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാനും. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഏതാണ്ട് കണ്ണിൻ്റെ കാഴ്ച അവസാന ഘട്ടത്തിലില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണ് ഞാൻ നടത്തി വരുന്നത്. ഇന്ന് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് 8 വർഷം കൊണ്ട് ഞാൻ ആംബുലൻസിൻ്റെ സൗജന്യ സേവനം നടത്തുന്നു. ഈ 8 വർഷത്തിനിടെ ഞാൻ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് പോലും ഒരു പൈസ പോലും ഈ ആംബുലൻസിന് വേണ്ടി വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം ആംബുലൻസ് ഓടുമ്പോൾ എന്തുമാത്രം ചിലവുണ്ടെന്നല്ലേ. എൻ്റെ ഡീസൽ വേണം, വണ്ടി മെയിൻ്റനൻസ് വേണം, ഡ്രൈവർ ശമ്പളം വേണം, എൻ്റെ ടെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ഞാൻ ചെയ്യണം. ഒരു പൈസ പോലും വാങ്ങാതെ ആ പ്രവർത്തനം നടത്തുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ നിങ്ങൾ ചെല്ലുമ്പം കാണാം, സർക്കാർ ഹോസ്പിറ്റലിൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു അലമാര ഞാൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ ആക്സിഡൻ്റായി സംഭവിച്ചെത്തിയാലും ഒരാൾ മരണപ്പെട്ടാലും പുതിയ വസ്ത്രങ്ങൾ ആ അലമാരയിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം. അവിടെ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എല്ലാ മാസങ്ങളിലും ഞാൻ കെട്ടുകണക്കിന് വസ്ത്രങ്ങളാണ് അവിടെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് നല്ല രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ട് പോകുമ്പോൾ വയോജന കേന്ദ്രത്തിന് വേണ്ടി ഏതാണ്ട് അച്ഛന്മാർക്ക് താമസിക്കാൻ വേണ്ടി പുതിയ മന്ദിരം ഏതാണ്ട് 3.5 കോടി രൂപ മുടക്കി ഞാൻ പണി കഴിപ്പിച്ച് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഏതാണ്ട് 2 ഏക്കറോളം വസ്തുക്കൾ ഈ അച്ഛന്മാർക്ക് വേണ്ടി ഞാൻ അവിടെ വാങ്ങിച്ചു കൊടുത്തു. ഏതാണ്ട് 3-4 മാസത്തിനകത്ത് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്രയും ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സൗജന്യമായി ഇത്തരം സേവനങ്ങൾ ഞങ്ങൾ ചെയ്തു തരികയും. നിങ്ങൾക്ക് ഒരുപാട് പരാതികൾ കഴിഞ്ഞ മാസത്തെ ക്യാമ്പിലും ഉണ്ടായിരുന്നു. ഈ മാസവും ഒരുപാട് പരാതികൾ പറയുവാൻ വേണ്ടി ഹേമേന്ദ്രൻ സാർ അവിടെ നിൽക്കുകയാണ്. സാർ വന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് മൈക്ക് തരണം, എനിക്ക് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് സാറ് പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണം. വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ്. നമ്മൾ ഒരു നാട്ടിൽ നിന്ന് മറ്റു നാട്ടിൽ പോകുമ്പോൾ നമ്മളെല്ലാം സഹിച്ച് നമ്മൾ കണ്ണിൻ്റെ ഓപ്പറേഷനാണ് വലുതല്ലേ, കണ്ണാണ് വലുതെന്ന രീതിയിൽ നമ്മൾ പോയെങ്കിൽ മാത്രമേ ഈ ക്യാമ്പിൻ്റെ വിജയം നടത്തുവാൻ കഴിയുള്ളൂ. 318 ഓപ്പറേഷനാണ് കഴിഞ്ഞ മാസത്തിൻ്റെ അങ്ങേ മാസം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ മാസം 300-ൽ പുറത്ത് ഓപ്പറേഷനുകൾ ഈ ക്യാമ്പ് ചെയ്യുമ്പോൾ 300 പുറത്ത് ആൾക്കാർ മാത്രമല്ല ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. 500-ൽ പരം ആൾക്കാരാണ് ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത്, ബൈസ്റ്റാൻഡ് ഉൾപ്പെടെ. അപ്പോൾ ഇവരെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന 2 ആൾക്കാർ മാത്രമാണ്. അവരെ കീഴിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഹോസ്പിറ്റലിലും മാനേജ്മെൻറ്റിനും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ സാറ് ഹേമേന്ദ്രൻ സാർ ഇവിടെ ഉണ്ട്. സാർ അതിനെക്കുറിച്ച് സംസാരിക്കും. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ ഓരോ ക്യാമ്പിലും
1000-ലധികം ആളുകൾ വന്ന് ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കാഴ്ചയുടെ നല്ല വശങ്ങളിലേക്ക് കടന്ന് ജീവിതത്തിൻ്റെ സുഖകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ജീവൽ പ്രവർത്തനമാണ് ശ്രീ റുവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ച് കഴിഞ്ഞ ധാരാളം ആളുകൾ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നേത്ര ചികിത്സ ആതുര ആലയമാണ് അരവിന്ദ് കണ്ണാശുപത്രി തിരുനെൽവേലി. അവരുടെയും കൂടെ സഹായത്തോടുകൂടി സമുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പ്രദേശങ്ങളിൽ, നമ്മുടെ കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിച്ചേർന്ന് കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നെത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട റുവൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കർമ്മോന്മുഖമായി തിരഞ്ഞെടുത്ത മേഖലയാണ് ആതുര ശുശ്രൂഷ എന്നുള്ളത്. ഇത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഇതിൻ്റെ നേതൃത്വത്തിൽ ഒരു അഗതി മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. 50ഓളം അനാഥരായിട്ടുള്ള അച്ഛനമ്മമാരെ വർഷങ്ങളായിട്ട് 4-5 വർഷമായിട്ട് പരിചരിച്ചു പോകുന്നു. ആരുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാതെ അവരെ വളരെ സുരക്ഷിതമായ ഒരവസ്ഥയിൽ കൊണ്ടുപോവുകയാണ്. സമൂഹത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന, ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കൈപിടിച്ച് ജീവിതത്തിൻ്റെ ശാന്തിയും സമാധാനവും നൽകാൻ നമ്മുടെ സമൂഹത്തിനിടയിൽ നിന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ അടയാളപ്പെടുത്തണം എന്ന് തീരുമാനിക്കുകയാണ്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും പുലർത്തുന്നു എങ്കിൽ എല്ലാവരെയും, അനാഥരാക്കപ്പെടുന്ന എല്ലാവരും എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന് മനസ്സിൽ പ്രതിജ്ഞയെടുക്കാൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അധികം പേർക്കും കഴിയില്ല. അങ്ങനെ ജീവിതം അതാണ് എൻ്റെ കർമ്മം എന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ പ്രയത്നമാണ് ഇതെല്ലാം. നിങ്ങളെല്ലാം അങ്ങനെ ഒരിടത്തിലാണ് വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ട റുവൽ സിംഗ് സമൂഹത്തിൽ നടത്തുന്ന ഇത്തരം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ലോകം തന്നെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ അംഗീകാരത്തിൻ്റെ നേർസാക്ഷി എന്നുള്ള നിലയിൽ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് പ്രിയപ്പെട്ട റുവൽ സിംഗിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കല്ലുവാതുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം കുട്ടിക്കാലം തൊട്ടേ ജീവിതത്തിൻ്റെ നാനാമേഖലയിലും കണ്ട് വളർന്ന് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിച്ച് അങ്ങനെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നത്. ഡോക്ടർ സരിത, ഡോക്ടർ ജയശ്രീ, ഡോക്ടർ അനുശ്രീ, ഡോക്ടർ ശ്യാമ, ഹേമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ചികിത്സാ പിഴവ് മൂലമോ അല്ലെങ്കിൽ ചികിത്സ കിട്ടാത്തത് മൂലമോ ഒരാൾക്കും കാഴ്ചക്കുറവ് വരരുത് എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇവിടെ വന്നേക്കണ ഇത്രയും തിരക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരെയും കണ്ടിട്ടേ പോകുള്ളൂ. അത് കാരണം ധൃതിപ്പെട്ട് ആരും ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ക്യൂ നിന്ന് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇവിടെ വന്നേക്കുന്ന ഒരു 70% ആൾക്കാർക്കും തിമിരം തന്നെ ആയിരിക്കാം കാഴ്ചക്കുറവിന് കാരണം. എന്നാൽ തിമിരം മാത്രമല്ല മൊത്തത്തിൽ കാഴ്ചക്കുറവിന് കാരണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് കാരണം എന്നെ സർജറിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ആരും നിർബന്ധം പിടിക്കരുത്. എല്ലാ കാഴ്ചക്കുറവിനും കാരണം തിമിരമല്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് വേണ്ടത് എന്നുള്ളത് കറക്റ്റായി തന്നെ അഡ്വൈസ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇന്ന് തിമിര ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ആൾക്കാരെ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ റെഫറൽ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് തരും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് പിന്നെ ചികിത്സ എടുക്കാവുന്നതാണ്. അത് കാരണം ആരും ധൃതിപ്പെടേണ്ട, എല്ലാവരും ബഹളം വയ്ക്കുകയും വേണ്ട. എല്ലാവരെയും കണ്ടിട്ടേ ഞങ്ങൾ എല്ലാവരും പോവുള്ളൂ ഇവിടുന്ന്. എല്ലാവർക്കും അറിയാം കാഴ്ചയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് 2022 ഡിസംബറിലാണ് ഇങ്ങനൊരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് ഒരു 100 പേരെ ഉള്ളതാണ് ആദ്യം സർജറി ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതൊരു ലാസ്റ്റ് ക്യാമ്പിൽ എത്തി നിൽക്കുമ്പോൾ 350 പേഷ്യൻസിനോളം ഞങ്ങൾ സർജറി ചെയ്യുന്നുണ്ട്.
ഈ ഒരു സപ്പോർട്ടിന്, നിങ്ങൾ തരുന്ന ഈ ഒരു സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. എല്ലാവരും മുന്നോട്ട് ഇതേപോലുള്ള സപ്പോർട്ട് നൽകണമെന്നും നിങ്ങളുടെ എല്ലാതരം ആശംസകൾ ഞങ്ങൾക്ക് വേണമെന്നും പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ തിമിരത്തിലുള്ള ആൾക്കാരെ ഇന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ശസ്ത്രക്രിയ ചെയ്തിട്ട് വീണ്ടും നാളെ അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടാക്കി തരും. നമ്മൾ കഴിഞ്ഞ കൊല്ലം മുറേ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബെഡ് കപ്പാസിറ്റി 300 ഉണ്ടായിരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ കുറേ പണി ആയതുകൊണ്ട് അത് 250 ആക്കി. ഈ മാസം തൊട്ട് ഇന്ന് തൊട്ട് ആ 250 പേഷ്യൻസിന് നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. മാക്സിമം ബെഡ് കപ്പാസിറ്റി ഇപ്പോൾ 175 ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ പറഞ്ഞ പോലെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല. ആദ്യം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന 200 പേർ മാത്രമേ നമ്മൾ കൊണ്ടുപോകാൻ പറ്റൂ. അവിടെ ബെഡ് കപ്പാസിറ്റി 175 ആണ്. കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ കൂടെ ഒരു 25 പേഷ്യൻസ് നമ്മൾ അവിടെ താമസിക്കാൻ പറ്റും. ഇതിൽ മെയിൻ സഹായമായിട്ട് നമുക്ക് വേണ്ടത് പേഷ്യൻസോടൊപ്പം വരുന്ന അറ്റൻഡർ ബൈസ്റ്റാൻഡറാണ്. എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കുന്നില്ല. വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾക്ക് അറ്റൻഡറായിട്ട് ഉള്ള ആൾക്കാർ വേണം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വരുന്നു, എൻ്റെ അച്ഛന് വേണ്ടി വരുന്നതിന് അവിടെ കൊണ്ടുവന്നിട്ട് മക്കളൊക്കെ ഒരു വഴിക്ക് പോകുന്നു. പേഷ്യൻസ് അവിടെ വന്നിട്ട് ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്നു. ഇവിടെ ഇരുന്ന് ഇപ്പമല്ല, കുറച്ച് മുമ്പ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വന്നേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്ന ഒരു മോൾ അവിടെ ചെന്നിട്ട് അമ്മയെ ഒന്നും മൈൻഡ് ചെയ്യില്ല. അവിടെ കയറി കിടന്ന് ഉറങ്ങി, മൊബൈൽ ഫുൾ കളിയാണ്. ആ അമ്മ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് പോലും കഴിച്ചില്ല. കഴിക്കാതെ കൊണ്ട് കുറച്ച് പ്രശ്നമുണ്ടായി. പിന്നെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ല. അത്രയേ ഉള്ള റെസ്പോൺസ്. നമുക്ക് അങ്ങനെയല്ല. ഇവിടെ എല്ലാം നമ്മുടെ സ്റ്റാഫ് എല്ലാവരും എല്ലാ പേഷ്യൻസിനും അമ്മയായിട്ടും അച്ഛനായിട്ടുമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേറെ കാര്യം പറയും, എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല, എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, എന്നോട് വന്നോട്ടെ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, വന്നോട്ടെ. അത് ശരിയാവത്തില്ല. കാരണം ഇപ്പോൾ നമുക്ക് ബെഡ് കപ്പാസിറ്റി 175 ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ബൈസ്റ്റാൻഡർമാർ എല്ലാവരും കയറി അവിടെ കടന്നാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങളുടെ പേഷ്യൻ്റാണ്. നിങ്ങളുടെ അത് ആരാണെങ്കിലും ആയിക്കോട്ടെ, ഭാര്യയോ ഭർത്താവോ നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ആരായിക്കോട്ടെ, പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മളുടെ പേഷ്യൻ്റാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വേണമെന്ന് പറയുന്ന സെലക്ട് ചെയ്യുന്ന പേഷ്യൻസിന് ഉള്ള ബൈസ്റ്റാൻഡറിൻ്റെ ഒരു പാസ് ഉണ്ടാവും. ആ പാസ് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ തരും, 6ാമത്തെ കൗണ്ടർ വെച്ച് നമ്മൾ തരും. അങ്ങനെ പാസ്സുള്ള ആൾക്കാർ മാത്രം ദയവ് ചെയ്ത് ഇവിടെ നിന്ന് വണ്ടി കയറിയാൽ മതി. എത്ര പറഞ്ഞാലും അവസാന സമയത്ത് ബസ് കയറുമ്പോൾ നമുക്കറിയില്ലല്ലോ, യാതൊന്നും ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവില്ല. രോഗികളെന്ന് പറയുമ്പോൾ കയ്യിൽ ഒരു ബാൻഡ് ഉണ്ടാവും, വലത് കയ്യിലോ അല്ലെങ്കിൽ ഇടത് കയ്യിലോ ഒരു ബാൻഡ് ഉണ്ടാവും. ആ ബാൻഡ് നോക്കിയിട്ട് രോഗികൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ബൈസ്റ്റാൻഡർ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ബാൻഡോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഒന്നും പറയാതെ തന്നെ ആൾക്കാർ ഇവിടെ ഇവിടുന്ന് കയറിയിട്ട് അവിടെ വെച്ച് പേഷ്യൻ്റെ കാട്ടിലും ബൈസ്റ്റാൻഡർമാരാണ് കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നത്. അത് ഇനി നിങ്ങൾ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഷ്യൻ്റ് ഉൾപ്പെടെയാണ്. നിങ്ങളുടെ പേഷ്യൻ്റ് വേണ്ടിയുമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത മാസം തൊട്ട് എല്ലാ കേരളത്തിൽ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ആഴ്ചയും ശനിയും ഞായറും ഇവിടെ വെച്ച് നമ്മൾ ക്യാമ്പ് നടത്തിയിട്ട് അന്ന ദിവസത്തെ തന്നെ നമ്മൾ പേഷ്യൻസിനെ തിമിരത്തിന് സെലക്റ്റായി സർജറിന് വേണ്ടി വരുന്ന രോഗികളെ അന്ന ദിവസം തന്നെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഇനി അതും പറ്റത്തില്ല. കാരണം അവിടെ ഇനി 175 ബെഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ തമിഴ്നാട്ടിലും കുറേ ക്യാമ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പ്രിഫറൻസ് ഇനി അവിടെയാണ് ഇട്ടിട്ടുണ്ടാവും. എല്ലാ ക്യാമ്പിലും എല്ലാ പേഷ്യൻസിനും നമ്മൾ അന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ടോക്കൺ എന്തെങ്കിലും കൊടുത്ത് ഞായർ നമ്മുടെ ശനി ഞായർ നമ്മൾ ക്യാമ്പ് നടത്തുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ പറയുന്ന കാര്യം കല്ലുവാതുക്കൽ മാത്രമല്ല. കല്ലുവാതുക്കൽക്ക് നമ്മൾ അവിടെ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ കല്ലുവാതുക്കൽ മാത്രം ക്യാമ്പ് നടത്തി അന്ന ദിവസം തന്നെ നമ്മൾ കൊണ്ടുപോകും. ബാക്കി എല്ലാ കേരളത്തിലുള്ള ക്യാമ്പിൽ അന്നന്ന് ആഴ്ചയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ആഴ്ചയും എല്ലാ മൺഡേയും അവിടെ മീറ്റിംഗ് ഉണ്ടാവും. ആ മൺഡേ മീറ്റിങ്ങിലാണ് നമുക്ക് അറിയുന്നത് എത്ര രോഗികളെ നമ്മൾ കൊണ്ടുവരാൻ പറ്റൂല്ല എന്ന്. അപ്പോൾ ഇനി ഒരു 6 മാസത്തും അടുത്ത ഒരു 6 മാസം ഇങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് സഹിച്ചേ പറ്റൂ. പിന്നെ അതേപോലെ വരുന്ന രോഗികൾ ഇതൊക്കെ ഇവിടെ വെച്ച് പറയാൻ പാടില്ല, പക്ഷേ പറഞ്ഞേ പറ്റൂ. എത്ര പറഞ്ഞാലും അവിടെ വെച്ച് ബഹളം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ആകുന്നു. നമ്മൾ ഒരു ക്യാമ്പ് ഇവിടെ സാർ നടത്തുന്നത് അത്ര ഈസിയല്ല. ഞാൻ സാറോട് ഇപ്പോഴല്ല, ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, സാർ ഇത്ര പബ്ലിസിറ്റി വേണ്ട.
എല്ലാ മാസവും അവസാനത്ത് ഞാനിവിടെ ക്യാമ്പ് ഇടുന്നത് ഇവിടെ കേരളത്തിലുള്ള മുഴുവതും ആൾക്കാർക്ക് മാക്സിമം ആൾക്കാർക്ക് അറിയാം. എന്നിട്ടും സാറ് 2 ദിവസം അനൗൺസ്മെൻറ്റും 10-12 നോട്ടീസസും ഇത്രയും ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ടും സാറിൻ്റെ ഗുണം, നിങ്ങൾ ഇവിടെ ക്യാമ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരുനെല്ലി പോകാൻ വേണ്ടി ബസ്സിലോ ട്രെയിനിൽ കയറും. തിങ്കളാഴ്ച രാവിലെ ആദ്യം സാർ കയറുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെ വരുന്ന രോഗികൾ ആരും വീട്ടിലൊന്നും പറയാതാണ് ഇവിടെ കയറി വരുന്നത്. നമ്മൾ ഇത്രയോ പ്രാവശ്യം നമ്മൾ ചോദിക്കുന്നു, വീട്ടിൽ അറിയിച്ചോ, വീട്ടിൽ പറഞ്ഞോ, നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞോ, അല്ലേ അമ്മച്ചി? അത്ര ചോദിച്ചിട്ടും ഇതേപോലെ ഓക്കെ അതെ പറഞ്ഞു എല്ലാം പറയും. പിന്നെ അവിടെ വിളി, എൻ്റെ അമ്മയെ കണ്ടില്ല, എൻ്റെ അച്ഛനെ കണ്ടില്ല. ഞായർ മുഴുവതും ആ മോൻ തിരക്കത്തില്ല. ആ മോൻ ഇവിടെ പോയി കിടക്കുന്ന അറിയില്ല. പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് അച്ഛൻ്റെ ഓർമ്മയും അമ്മയുടെ ഓർമ്മയും വരുന്നത്. അല്ലേ സാറേ? പിന്നെ സാർ നേരിട്ട് പോകുന്നു പോലീസ് സ്റ്റേഷൻ. കാരണം സാറിൻ്റെ പേരാണ് പരാതി കൊടുക്കും. എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ സമുദ്രാട് ഒരു ക്യാമ്പിന് വേണ്ടി പോയി, തിരിച്ച് വന്നില്ല, എന്ത് ചെയ്തതിനും ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഒരു മോൻ്റെ റെസ്പോൺസിബിലിറ്റി ആ അച്ഛനക്കോ ഒരു അമ്മയ്ക്കോ കൂടെ വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രി ചെന്ന് കാഴ്ച കിട്ടാൻ വേണ്ടി ഉള്ള സഹായം ചെയ്യണം. അതും ചെയ്യത്തില്ല. അമ്മയായിട്ട് ഒറ്റയ്ക്ക് പോയാലോ അല്ലെങ്കിൽ അച്ഛനും ഒറ്റയ്ക്ക് പോയാലും അതിൻ്റെ ഒരു സഹായം വേണം. അതും ചെയ്യത്തില്ല, താനും ചെയ്യത്തില്ല. നമ്മൾ കാഴ്ച കിട്ടാൻ വേണ്ടി വരുന്ന അച്ഛന്മാരും അമ്മമാരും സമ്മതിക്കത്തില്ല. അപ്പോൾ ഇത് ഇവിടെ ഉള്ള എല്ലാ രോഗികൾക്കും ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാഴ്ച വേണ്ട. കാരണം നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട്, ഇവിടെ ചെയ്ത ആൾക്കാർക്ക് അറിയാം, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത 1 മാസം നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടുകാരാണ്. ഞാനോ എൻ്റെ ടീമോ എൻ്റെ ഡോക്ടേഴ്സോ അല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വെറുതെ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം പറയും, ഞാനും എൻ്റെ മോളും മിണ്ടത്തില്ല, 6 മാസമായി വഴക്കിന് പേര് വെച്ചിട്ട് അവിടെ വന്നിട്ട് പിന്നെ നമ്മൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൂടുതലായിട്ട് ഈ ക്യാമ്പ് നടത്തുന്ന സാർക്കാണ്. ഒരു പ്രാവശ്യം ആരെങ്കിലും ഒരാൾ ക്യാമ്പ് നടത്തി നോക്ക്. നമ്മൾ വരുന്ന ടീം എത്തണേ, എല്ലാ ക്യാമ്പിലും നമുക്ക് മാക്സിമം 20 ആണ് ഉണ്ടാവും. 20 പേർ മതി നോർമലായിട്ട് ഒരു ക്യാമ്പ് നടത്താൻ. 2 ഡോക്ടർമാരും 15 സ്റ്റാഫ് സൂപ്രണ്ട്, ഞാൻ ഇവിടുത്തെ വോളണ്ടിയർ എല്ലാം കൂടി മാക്സിമം 19 പേരാണ്. ഈ ക്യാമ്പിൽ മാത്രം നമ്മൾ വരുന്നത് 28 പേർ. ഈ 28 പേരിൻ്റെ താമസം, ഭക്ഷണം, ഇത് ഒവ്വൊരു മാസവും മുടങ്ങാതെ സാർ ചെയ്യുന്നുണ്ട്. ഇതുവരെ 2022 ജൂൺ തൊട്ട് ഞാനിവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ വരെ എന്താ കഴിച്ചു അങ്ങനെ ഒരു ചോദ്യം സാർ ചോദിച്ചില്ല. കാരണം സാർക്ക് അറിയാം, നമുക്ക് ടീമുക്ക് മെയിനായിട്ട് വേണ്ടത് സേഫ്റ്റിയാണ്. നല്ല റൂം, നല്ല ഫുഡ്, അത്ര സഹായം സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് മനസ്സിലാക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ 5 സെൻറ്റർമാർ അറ്റൻഡർമാർ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. അപ്പോൾ അവസാന സമയത്ത് പിന്നെ ആൾക്കാർക്ക് അറിയാം, ഇപ്പോൾ ചോദിച്ചാൽ കിട്ടത്തില്ല. അവസാന സമയത്ത് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അവസാന സമയത്ത് വണ്ടിയിൽ കയറുമ്പോൾ അവിടെ ഭയങ്കര ബഹളമാണ്, ഞാൻ പറഞ്ഞു. അത് ഇനി അത് നടക്കത്തില്ല. ഇനി അടുത്ത 6 മാസം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ക്യാമ്പ് നടത്തി അന്ന് നമ്മൾ കൊണ്ടുപോകത്തില്ല. ഏതെങ്കിലും ഒരു പോയിന്റ് അന്ന് തന്നെ നമ്മൾ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അറ്റൻഡർമാർ 5 സെൻറ്റർമാർ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 650 പേർക്ക് പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 200 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തിവരുന്നുണ്ട്.